Good afternoon. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട സ്കിൽസുകൾ അല്ലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. നോൺ ക്ലിനിക്കൽ ജോബ്സിന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? എനിക്കായിരുന്നു 4 നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം, ഓർഗനൈസേഷണൽ സ്കില്ല് വേണം, ദെൻ അടുത്തതാണ് ടെക്നോളജി സ്കിൽസ്. 4 അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, എല്ലാവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. കസ്റ്റമർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് act as a first point of contact for the patient and visitors. ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം. പിന്നെ എല്ലാത്തിനെയും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ ടെക്നിക്കൽ ആയിട്ട് കമ്പ്യൂട്ടർ കാര്യങ്ങള് ഇതൊക്കെ അറിയാനുള്ള ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം, ഹെൽത്ത് ടെക്നോളജി, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു നല്ല ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള കഴിവും വേണം. ഇനി 5ാമത്തെയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പേര് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. Non-clinical staff may face various challenges and problems while executing their duties. അവരുടെ ജോലി നിർവഹിക്കുന്ന സമയത്ത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് അവരുടെ ജോലി എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിർവഹിക്കുക. അവരുടെ ജോലി നിർവഹിക്കുന്ന സമയത്ത് ധാരാളം പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അവര് ഫേസ് ചെയ്യാം. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ധാരാളം പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അവര് ഫേസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യണം? നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. The ability to think critically, evaluate the situation and find the adequate solution invaluable in ensuring smooth operation and addressing issue promptly. എന്ത് വേണം? Ability to think critically, critical ആയിട്ട് അല്ലെ, കഠിനമായിട്ട് അല്ലെ കൃത്യമായിട്ട് ഒക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാൽ കഠിനമായി അല്ലെങ്കിൽ ആഴത്തില് കൃത്യമായി ഒക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻസിനെ, ആ ഒരു പ്രശ്നം എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ആൻഡ് ടു ഫൈൻഡ് ആഡിക്വേറ്റ് സൊല്യൂഷൻസ്, എന്താണ് ഒരു പ്രത്യേക സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഈസ് വാല്യുബിൾ ഇൻ എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻ ആൻഡ് അഡ്രസ്സിംഗ് ഇഷ്യൂസ് പ്രോംപ്റ്റ്ലി. പിന്നെ എന്താ, സ്മൂത്ത് ആ അവിടുത്തെ പ്രവർത്തനങ്ങള്, സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങള് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ആൻഡ് അഡ്രസ്സിംഗ്, അഭിസംബോധന ചെയ്യുക. ഇഷ്യൂസ് പ്രോംപ്റ്റ്ലി, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉടനടി തന്നെ എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക, അതിനെ ഫേസ് ചെയ്യുക, അതിനെ അഭിസംബോധന ചെയ്യുക, അഡ്രസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവര് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, അതിനെ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, 5ാമത്തെയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അടുത്ത നോക്കിയേ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കോൺഫിഡൻഷ്യാലിറ്റി രഹസ്യാത്മകത ആൻഡ് എത്തിക്സ് ധാർമ്മികമായ കാര്യങ്ങൾ, ധാർമ്മികത. Non-clinical staff often have entry to sensitive patients information. പേഷ്യൻസിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിലേക്ക് അവർക്ക് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് പ്രവേശനമുണ്ട്. ലൈക്ക് ഇപ്പൊ എന്താ, അവരുടെ ഡീറ്റെയിൽസ് ഡേറ്റാസ് കളക്ട് ചെയ്യൂലേ, പേഷ്യൻസിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യും. അപ്പൊ എന്താ പറയാ, അവർക്കിടെ വിലപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളിലേക്കുള്ള പ്രവേശനം ആർക്കുണ്ട്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനുണ്ട്.
It is necessary for them to understand and stick to confidentiality and ethical standards. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ നമ്മള് അവര് ഇപ്പൊ പേഷ്യൻസ് തരുന്ന ഡേറ്റാസിൽ തരുന്ന വിവരങ്ങള് എങ്ങനെ സൂക്ഷിക്കണം? രഹസ്യാത്മകതയോട് കൂടി ധാർമ്മികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രഹസ്യ പേജ് നമ്പർ ആണോ? പേജ് നമ്പർ 99 കേട്ടോ, പേജ് നമ്പർ ഇട്ടിട്ടുണ്ട്. അതായത് എന്താ, അപ്പൊ പേഷ്യൻസ് കൊടുക്കുന്ന ഡേറ്റാസ്, ആ ഡേറ്റാസ് എങ്ങനെയാ നമ്മൾ അത് കോൺഫിഡൻഷ്യാലിറ്റി, അത് രഹസ്യാത്മകമായിട്ട്, അതുപോലെ ധാർമ്മികമായ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് വേണം അത് എന്ത് ചെയ്യാനായിട്ട്, അത് ആ രീതിയിൽ, അതായത് ആ കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനോ അങ്ങനെ ഒരു ഇതാക്കാൻ പാടില്ല. അതിന്റെ ഒരു രഹസ്യാത്മകത അവര് കീപ്പ് ചെയ്യണം. And keeping patient privacy, patients in the privacy keep ചെയ്യണം. And protecting confidential data, data patients in the data എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. Okay, privacy and protecting confidential data. രഹസ്യമായിട്ടുള്ള അവര് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡേറ്റാസ് എന്ത് ചെയ്യുക, അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. പിന്നെ പേഷ്യൻസിന് പ്രൈവസി കൊടുക്കുക, കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Non-clinical staff often have entry to sensitive patients information. സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങളിലേക്ക് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് പ്രവേശനമുണ്ട്. ആ പേഷ്യൻസ് കൊടുക്കുന്ന ഡേറ്റാസ് രഹസ്യമായി അവര് രഹസ്യാത്മകത കീപ്പ് ചെയ്യണം, രഹസ്യമായി സൂക്ഷിക്കണം. അതുകൂടാതെ പേഷ്യൻസിന്റെ പ്രൈവസി, സ്വകാര്യത കീപ്പ് ചെയ്യണം. പേഷ്യൻസിന്റെ ഡേറ്റാസ് എന്ത് ചെയ്യുക, അത് പ്രൊട്ടക്ട് ചെയ്യുക. അടുത്തതാണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം വർക്ക്, എല്ലാവരും ഒരുമിച്ചൊരു ടീം വർക്ക് ആയിട്ട്, അതുപോലെ കൊളാബറേഷൻ എന്ന് വെച്ചാൽ സഹകരണം. Hospitals are interdisciplinary settings that need a collaboration among the various department and staff. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്, ഒരു ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സ് ആണ്. അതായത് പല സിസ്റ്റങ്ങളെയും ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ പല ഡിപ്പാർട്ട്മെന്റുകള്, പല സ്റ്റാഫ് മെമ്പേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ശരിക്കും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. ഇനി ഒരു ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സ് ആണ് that need collaboration among the various department and staff members. various പല ഡിപ്പാർട്ട്മെന്റുകൾ, സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ തമ്മിൽ സഹകരണം വേണം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് should be able to work in an effective manner as a part of a team. ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നല്ല ഫലപ്രദമായ രീതിയിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. And communicate and coordinate with the colleagues. അവരുടെ സഹപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. ഒരു ടീം വർക്കാണത്. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളെ, പല സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി സെറ്റിംഗ്സ് ആണ് ഹോസ്പിറ്റൽ. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ത് ചെയ്യണം, അത് അവര് ഒരു ടീമായിട്ട്, ഒരു ടീമിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നല്ല ഫലപ്രദമായ രീതിയിൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ അവര് പ്രാപ്തരായിരിക്കണം. പിന്നെ സഹപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് കോർഡിനേറ്റ് ഏകോപിപ്പിച്ച് എല്ലാ കാര്യങ്ങളും എന്താ പറയാ കറക്റ്റ് ആക്കി, അല്ലെങ്കിൽ എല്ലാത്തിനെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, ഒരു നല്ലൊരു തൊഴിൽ അന്തരീക്ഷം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് അന്തരീക്ഷം സൃഷ്ടിക്കുക. ഓക്കെ, 7ാമത്തെ പോയിന്റ് കേട്ടോ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഇനി അടുത്തതാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടൽ, എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള ഇത് വേണം. അഡാപ്റ്റബിലിറ്റി. The healthcare industry is continually evolving.
And non-clinical staff should be adjustable to changes in procedure, policies and technology. Healthcare industry എന്ന് പറയുന്നത് എങ്ങനെയാ? കണ്ടിന്യൂസ് ആയിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവിംഗ്, വികസിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എപ്പോഴും തുടർച്ചയായിട്ട് എന്താണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി അഡ്ജസ്റ്റബിൾ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്തായിരിക്കും? അതിനോട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. എന്തിനോട്? ടു ചേഞ്ച് ഇൻ പ്രൊസീജിയർ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അനുസരിച്ച് അവിടുത്തെ നടപടിക്രമങ്ങളിൽ മാറ്റം വരാം, അവിടുത്തെ നയങ്ങള് പോളിസികളിൽ മാറ്റം വരാം, അവിടുത്തെ ടെക്നോളജിയിൽ മാറ്റം വരാം. അപ്പൊ അതിനോടൊക്കെ എന്ത് ചെയ്യണം? അവര് അഡാപ്റ്റ് ചെയ്യണം. അതിനോട് അത് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യണം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അതിനോട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. They should be open to learning a new skills and approaches to remain updated in their also. They should be open to learning new skills. ഇത് വേണം, പുതിയ കാര്യങ്ങൾ. അപ്പൊ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെന്താ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വളരുന്നതിന്റെ അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനോട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, to learning new skills, പുതിയ കഴിവുകൾ, കാര്യങ്ങൾ പഠിക്കാനായിട്ട്, and to remain updated. അവരുടെ റോൾസ്, അവരുടെ ആ റോൾ അപ്ഡേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്താ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവര് തയ്യാറായിരിക്കണം. അവരുടെ ആ റോൾസ് അതിൽ അപ്ഡേറ്റ് ആയിരിക്കാനായിട്ട് പുതിയ അപ്രോച്ചസ് ആൻഡ് സ്കിൽസ് ഇതൊക്കെ അവര് പഠിക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം, തയ്യാറായിരിക്കണം. ഓക്കെ, അഡാപ്റ്റബിലിറ്റി. അടുത്ത് നോക്കിയേ, എംപതി ആൻഡ് കമ്പാഷൻ. എംപതി സഹാനുഭൂതി അടുത്തൊരു റോളാണ് കേട്ടോ. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? സഹാനുഭൂതി. ആൻഡ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനുകമ്പ. സഹാനുഭൂതിയും അനുകമ്പയും വേണം. Although non-clinical staff may not give direct medical care, നേരിട്ട് രോഗി പരിചരണ കാര്യങ്ങളാണ് അവർ കൊടുക്കുന്നത്. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുക്കുന്നുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ്. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അല്ല അവർ കൊടുക്കുന്നത്. നേരെ രോഗി പരിചരണ കാര്യങ്ങൾ ഡോക്ടർ, നേഴ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് may not give a direct medical care. നേരിട്ടുള്ള മെഡിക്കൽ പരിചരണം അവർ കൊടുക്കുന്നില്ല. They often interact with the patient who may be in difficulty or facing challenging situations. അവരെന്താ ചെയ്യുന്നത്? അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നേ ഉള്ളൂ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അല്ലെ. The person who may in difficulty or facing challenging situation, ബുദ്ധിമുട്ടുള്ള ഇതിലോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക ചെയ്യുന്നത്. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുക്കുന്നില്ല. അതായത് അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. Demonstrating empathy, sympathy and sensitivity towards the patient requirement and emotion is necessary for providing a supportive environment. Demonstrating empathy, സഹാനുഭൂതി. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രകടിപ്പിക്കുക. ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, സഹാനുഭൂതി പ്രകടിപ്പിക്കുക. സിമ്പതി, സഹതാപം. And the sensitivity towards the patients. ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സംവേദനക്ഷമത. towards the patient requirements, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, ആവശ്യകതകളോട് അല്ലെ, അവര് പറയുന്ന കാര്യങ്ങൾ അല്ലെ അവരുടെ ആവശ്യങ്ങള് നമ്മൾ അതിനോട് എന്താണ് ഒരു അനുകമ്പ, സഹാനുഭൂതി, അനുകമ്പ, സിമ്പതി ഇതൊക്കെ കാണിക്കാം, ആ പേഷ്യൻസിനോട് കാണിക്കുക. ആൻഡ് ഇമോഷൻസ്, patient's requirements and emotion is necessary for providing supportive environment. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് കൊടുക്കാനായിട്ട് എന്താണ് അത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, providing a supportive environment. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് കൊടുക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അതായത് പേഷ്യൻസിനോട് നല്ലൊരു സഹാനുഭൂതിയോടും അനുകമ്പയോടും കൂടി എന്ത് ചെയ്യുക, പെരുമാറുക.
അതാ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോടെ. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കൊടുക്കുന്നില്ല. പക്ഷെ അവരെന്താണ് ഇതിനുള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻസിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് പേഷ്യൻസുമായിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവർക്ക് എന്താ അവരോട് എംപതി സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു, സിമ്പതി സഹതാപം കാണിക്കുന്നു, സെൻസിറ്റിവിറ്റി ടുവേഴ്സ് ദ പേഷ്യന്റ് സെൻസിറ്റീവ് ആണ് അല്ലെ, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, സെൻസിറ്റിവിറ്റി ഒക്കെ കാണിക്കുന്നു. ഇതെല്ലാരും എന്താവശ്യമാണ്, അവർ അതിന്റെ സപ്പോർട്ട് എൻവയോൺമെന്റ് കൊടുക്കുന്നതിന് എന്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റൊക്കെയാണ് കൾച്ചറൽ കോമ്പീറ്റൻസ്, സാങ്കേതികമായിട്ടുള്ള കഴിവ്. ഹോസ്പിറ്റൽ സെർവ് diverse patient population with the different cultural backgrounds. അല്ലെ, പല ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അല്ലാതെ ഒരുപോലെയുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളുള്ളവർക്ക് വ്യത്യസ്ത ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പൊ നമ്മളെല്ലാ ആളുകളും ഒരേപോലെയുള്ളവരായിരിക്കില്ല, പല സംസ്കാരങ്ങളായിരിക്കും, പല വിഭാഗങ്ങളായിരിക്കും, പല കൾച്ചറായിരിക്കും. അങ്ങനെ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉയർന്ന ജനവിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റല് സെർവ് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന പല തരത്തിലുള്ള, അതായത് ഹോസ്പിറ്റലിൽ വരുന്നവരെല്ലാം ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേപോലെയുള്ള പേഷ്യൻസ് അല്ല, വൈവിധ്യമാർന്ന പോപ്പുലേഷന്, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, പല ഈ സാംസ്കാരിക പശ്ചാത്തലങ്ങളുള്ള എന്താണ് പല ആളുകൾക്ക്, വൈവിധ്യമാർന്ന ആളുകൾക്ക് ഹോസ്പിറ്റലിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ് കൾച്ചറൽ കോമ്പീറ്റൻസ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ത് കൈവശമാക്കണം, എന്റെ കൾച്ചർക്ക് സാങ്കേതികമായിട്ടുള്ള കഴിവ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെപ്രസെന്റിങ് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസസ്, പല കൾച്ചറൽ പ്രാക്ടീസുകള് അതിനെ റെസ്പെക്ട് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ബിലീഫ്, വിശ്വാസങ്ങള്. ആൻഡ് വാല്യൂ, മൂല്യം. ടു ഗിവ് എ ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. അപ്പൊ അതുവഴി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എന്താണ് ഒരു പേഷ്യന്റ് പരിചരണം നൽകാൻ പറ്റും. മൂല്യങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ സാംസ്കാരിക പ്രകടനങ്ങളെയും ഒക്കെ അവരുടെ സാംസ്കാരികമായിട്ടുള്ള കഴിവ് ഇതിനെയൊക്കെ മനസ്സിലാക്കി എന്താ ഒരു നല്ലൊരു രീതിയിലുള്ള പേഷ്യന്റ് സെന്റർഡ് കെയർ, രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം കൊടുക്കാൻ പറ്റും. സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. That should possess cultural competence, understanding the non-clinical staff എന്നുള്ള ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഇനി there are just some of the skills that a non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and to provide the excellent support to the patient and clinical staff. ഒരു healthcare facility കാര്യക്ഷമമായ പ്രവർത്തനത്തിന്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമമായ പ്രവർത്തനത്തിന് അതിന് വേണ്ട കോൺട്രിബ്യൂട്ട് സംഭാവന നൽകുന്നതിനും പേഷ്യൻസിനും ക്ലിനിക്കൽ സ്റ്റാഫിനും നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനും ഒക്കെ മികച്ച പിന്തുണ നൽകുന്നതിനും ഹോസ്പിറ്റലില് എന്താണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട കഴിവുകളിൽ ചിലത് മാത്രമാണ് ഈ പറഞ്ഞേക്കുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട കഴിവാണ്. പേഷ്യൻസിനെയും ക്ലിനിക്കൽ സ്റ്റാഫിനെയും ആണ് കേട്ടോ അവിടെ താഴെ നോക്കിയേ. ടു പ്രൊവൈഡ് ദ എക്സലന്റ് സപ്പോർട്ട് ടു പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. കണ്ടോ ലാസ്റ്റ്, പേഷ്യന്റിനും ഒരു ക്ലിനിക്കൽ സ്റ്റാഫിനും മികച്ച ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ നൽകുന്നതിന് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ചില കഴിവുകളാണ് ഈ കൊടുത്തേക്കുന്നത്. There are just some of the skills
that non-clinical staff in hospital should possess. The hospital non-clinical staff കാണിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ചില കഴിവുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. എന്തിനു വേണ്ടി? to contribute to the efficient functioning of the health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനത്തിന് കോൺട്രിബ്യൂഷൻ സംഭാവന നൽകുന്നതിന് വേണ്ടിയിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സ്കിൽസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. And to provide excellent support to the patient and the clinical staff. പേഷ്യന്റിനെയും ക്ലിനിക്കൽ സ്റ്റാഫിന്റെയും ഒരു മികച്ച ഒരു പിന്തുണ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ 10 പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്. നോൺ ക്ലിനിക്കൽ ജോബിന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള കഴിവുകള് ഏതൊക്കെയാണെന്ന് 10 പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഒരു കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം, ഓർഗനൈസേഷണൽ സ്കില്ല് വേണം, ടെക്നോളജി സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, രഹസ്യാത്മകത കേട്ടോ കോൺഫിഡൻഷ്യാലിറ്റി, ധാർമ്മികത, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം വർക്ക്, ഒരു എല്ലാത്തിനെയും ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ടുള്ള ഇതായിരിക്കണം. അഡാപ്റ്റബിലിറ്റി, എല്ലാത്തിനോടും അഡാപ്റ്റ് ചെയ്യാൻ, അതായത് പൊരുത്തപ്പെടാനുള്ള കഴിവ് വേണം. എംപത്തി ആൻഡ് കമ്പാഷൻ, ഒരു സഹാനുഭൂതിയും അനുകമ്പയും വേണം. ദെൻ കൾച്ചറൽ കോമ്പിറ്റൻസ്, സാംസ്കാരികമായിട്ടുള്ള ഒരു കഴിവും വേണം. ഓക്കെ, ആ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കേട്ടോ. ചാപ്റ്ററിൽ ആ 10 പോയിന്റ്സും അതുപോലെ നോക്കിയിരിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്റർ ആണ്, വലിയതല്ല, എളുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ക്വാളിറ്റി ലാസ്റ്റ് കുറെ ഫോർമുലാസ് ആണ് നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത് കുറച്ച് ഞാനത് നോട്ട് ചെയ്ത് തരാം, നിങ്ങൾ അത് മാത്രം എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ്. പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുത്തേ. ക്വാളിറ്റി മാനേജ്മെന്റ് 51. ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കണതിൽ എത്രയാ നോക്കട്ടെ കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്താമത്തെ ചാപ്റ്റർ ആയിട്ടൊക്കെ എടുക്കുന്നേ? 10ാമത്തെ ചാപ്റ്റർ ആണോ ഇത്? 7ാമത്തെ ചാപ്റ്റർ ആണോ? ടെക്സ്റ്റിൽ ഏഴാമത്തെ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ 7 തന്നെയാണ് പറയുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി, നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു സാധനം ഇതൊക്കെ വാങ്ങണ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. എനിക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എന്താണ് ക്വാളിറ്റി? ഇപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അത് ഇത്തിരി വിലയായ എന്താ നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറയും. എന്താണ് ക്വാളിറ്റി? ക്വാളിറ്റി എന്താ? ഗുണം. ഓക്കെ, നല്ല ഗുണനിലവാരം അല്ലെ? ഗുണനിലവാരം, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സർവീസ് ആണ്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സർവീസ് ആണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ, അവിടെ കൊടുക്കുന്ന ആ പേഷ്യന്റ് കെയർ, രോഗി പരിചരണ ഇതില് നമ്മൾ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാമ്പ് നിങ്ങൾക്ക് തുടങ്ങിയോ? ആദ്യം മിസ് തുടങ്ങിയായിരുന്നോ ചാപ്റ്റർ? അതിന്റെ കുറച്ചൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോ അതിന്റെ ഒപ്പം തന്നെ ഇത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഫോർമുലാസ് കാര്യങ്ങളൊക്കെ കുറച്ച് അതിനകത്ത് പഠിക്കാറുണ്ട് കേട്ടോ. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫോർമുലാസ്, കുറച്ചെന്നല്ല, അത് എത്രയാണ് 32 ഫോർമുലാസും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാപ്റ്റർ എടുക്കാന്ന് വെച്ചത്. ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്?
ഗുണനിലവാര മാനേജ്മെന്റ് അല്ലെ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ്, കൊടുക്കുന്ന സേവനങ്ങൾ, എക്യുപ്മെന്റ്സ്, ഇതിന്റെയൊക്കെ ഗുണനിലവാരം, ക്വാളിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ക്വാളിറ്റി ടു ദ ഓർഡിനറി പേഴ്സൺ? ഒരു സാധാരണ ആളെ സംബന്ധിച്ച്, ഒരു ഓർഡിനറി പേഴ്സൺ, സാധാരണ ആളെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ശരിയല്ലേ? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്. ചുരിദാർ മേടിച്ചോ, നല്ലതാണ്. നമ്മൾ പറയും നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ, മെറ്റീരിയൽ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്താ? അത് എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി. ഒരു ഓർഡിനറി പേഴ്സൺ, സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ക്വാളിറ്റി ലാസ്റ്റിംഗ്. ശരിയാട്ടോ, ലാസ്റ്റിംഗ് കുറെ നാള് നിൽക്കും. നമ്മൾ പറയും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, ദീർഘനാള് നിൽക്കും, ഗുണമേന്മയുണ്ട് എന്ന് പറയും. നമ്മൾ അല്ലാത്തൊരു പ്രൊഡക്റ്റ്, ഒരു ഫുഡ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാരും നല്ല കറക്റ്റ് ആണോ, ഓക്കെ ആണോ അതിനകത്ത്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മള്. അതാണ് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി. ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. This can be a service, example canteen service or a product, wristwatch. കണ്ടോ? ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സർവീസ് ആവാം, ഒരു സേവനമാകാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം. പ്രൊഡക്റ്റ് നമ്മൾ പറയൂലേ, എക്സാമ്പിൾ സർവീസ് എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ സർവീസ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിസ്റ്റ് വാച്ച്, വാച്ചിന്റെ പറഞ്ഞേക്കുന്നത്. A person's judgment about a service or product relies on what he hopes for it or from it. ഒരാള്, ഒരു പേഴ്സൺ എങ്ങനെയാണ് നമ്മള് ഒരു ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നത്? എങ്ങനെയാ? സർവീസ് ഓർ പ്രൊഡക്റ്റ് റിലേസ്. ഒരു വ്യക്തി അതിനെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന റിലേറ്റ്സ് ഓൺ വാട്ട് ഹി ഹോപ്പ് ഫ്രം ഇറ്റ്. അവൻ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അതിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഒരു പേഴ്സൺ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന, ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാ? ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ പ്രൊഡക്റ്റ്, സർവീസ് ഓർ പ്രൊഡക്റ്റിനെയോ ജഡ്ജ് ചെയ്യുന്ന എങ്ങനെയാ? അത് എന്തിനാ റിലൈ ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓൺ വാട്ട് ഹി ഹോപ്പ് ഫോർ ഇറ്റ് ഫ്രം ഇറ്റ്. അവൻ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അവൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. Some of the words used to explain the quality are. ഇവിടെ ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. Some of the words used to explain the quality. ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് വേർഡ്സ്. ഫസ്റ്റ് നോക്കിയേ, ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. മനോഹരമാണ്, അട്രാക്റ്റീവ് ആണ്, ആകർഷണീയമാണ്. ബ്യൂട്ടിഫുൾ ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. ഡ്യൂറബിൾ, ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ മോടിയുള്ള, ഡ്യൂറബിൾ, ഡ്യൂറബിൾ മോടിയുള്ള. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ പാലിക്കുന്ന. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ്. ഹെൽത്തി, ഹെൽത്തി ആണ്, ആരോഗ്യകരമാണ്. വാല്യൂ ഫോർ മണി, പണത്തിനുള്ള മൂല്യം. ഇതൊക്കെയാണ് ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് വേർഡ്സുകൾ. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അത് ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി ആൻഡ് വാല്യൂ ഫോർ മണി, പൈസയ്ക്കുള്ള, പണത്തിനുള്ള മൂല്യം. ഇനി different words are used to describe the quality. ക്വാളിറ്റിനെ പല വേർഡ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. We would describe it as the extent to which a product or service conduct a person's or a group. ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ അതിൽ എത്രത്തോളം അത് ഉള്ളടക്കം ചെയ്യുന്നു, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് ടു വിച്ച് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് കണ്ടക്ട് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്. ഒരു സർവീസോ പ്രൊഡക്റ്റോ അതായത് ഒരു വ്യക്തിയുടെയോ ഒരു ഗ്രൂപ്പിന്റെയോ
എത്രത്തോളം അത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. That is how much satisfaction the person receive from the service. അതാണ് എന്താ ചുരുക്കി പറയുകയാണെങ്കിൽ that is എന്ന് വെച്ചാൽ എന്താ, how much satisfaction, എത്രത്തോളം നമുക്കതിന് സംതൃപ്തി ലഭിക്കുന്നു. അതായത് ഒരു സർവീസ് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന് നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, എത്രത്തോളം സംതൃപ്തി നമുക്കത് റിസീവ് ചെയ്യുമ്പോൾ കിട്ടുന്നു ആ സർവീസിൽ നിന്ന്, അതാണ് ക്വാളിറ്റി അല്ലെ. നമ്മൾ അതല്ലേ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നമ്മളതിൽ വളരെ സംതൃപ്തരാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അവര് തന്ന ഹെൽത്ത് കെയറിൽ നമ്മൾ സംതൃപ്തരാണെന്ന് പറഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ, നമുക്ക് അത്രയും സംതൃപ്തിയായി കിട്ടി അല്ലെ. അതായത് നല്ല സർവീസാണ് അവർ തരുന്നത്. അതില് അങ്ങനെയാണെങ്കിലല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അവര് മോശമായിട്ടുള്ള കാര്യങ്ങൾ തരികയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. എത്രത്തോളം നമ്മൾക്ക് ആ സർവീസ് കിട്ടുമ്പോൾ എത്രത്തോളം നമ്മൾ സംതൃപ്തരാണ്, അതാണ് ക്വാളിറ്റി. കണ്ടോ, നല്ല ക്വാളിറ്റി സർവീസ് തന്നാൽ മാത്രമേ നമ്മൾ സംതൃപ്തരാകുള്ളൂ അല്ലെ. നമ്മൾ മോശമായിട്ടുള്ള കാര്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആണ്, സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമുക്ക് അവിടെ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സർവീസ് അവർ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസ് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, how much satisfaction the person receive from the service. ആ സർവീസ് സ്വീകരിക്കുന്നതിന് ആ പേഴ്സൺ എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അതാണ് ക്വാളിറ്റി. ഓക്കെ, അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. What is quality of care? Quality of care എന്താ, പരിചരണത്തിന്റെ ഗുണനിലവാരം. What is the quality of care? എന്താണ് quality of care എന്ന് പറയുന്നത്? When we say quality of care, നമ്മൾ quality of care എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? We means health care activities that we in medical, nursing, laboratory field, etc. execute daily to benefit our patient without causing harm to them. നമ്മുടെ പേഷ്യൻസിന് ഒരു ഹാം ആവാതെ, പേഷ്യൻസിന് ഒരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന രീതി. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? എക്സിക്യൂട്ട് ഡെയിലി ടു ബെനിഫിറ്റ് അവർ പേഷ്യന്റ് വിത്തൗട്ട് കോസിങ് ഹാം ടു ദം. അവർക്ക് ഒരു ദോഷം വരാതെ, പേഷ്യൻസിന് ഒരു ദോഷം വരാതെ അവർക്ക് വേണ്ട ബെനിഫിറ്റ്, അവർക്ക് വേണ്ട പ്രയോജനം നേടുന്നതിനായിട്ട് നമ്മൾ ദിവസവും നടപ്പിലാക്കുന്ന ആക്ടിവിറ്റീസ് ആണ്, ഡെയിലി നമ്മൾ നിർവഹിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. എക്സിക്യൂട്ട് ഡെയിലി, കേട്ടോ, ഡെയിലി നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ്. നോക്കിയേ, പ്രവർത്തനങ്ങള് നമ്മള് എല്ലാ ദിവസവും കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. പേഷ്യൻസിന് ദോഷം വരുത്താതെ നമുക്ക് മാക്സിമം അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായി നമ്മുടെ ദിവസവും നടപ്പിലാക്കുന്ന മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി മേഖലയിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ്, ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. സെന്റൻസ് ഒന്ന് നോക്കിയേ നിങ്ങള്. സെന്റൻസ് ഒന്ന് നോക്കി, എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് ഒടുങ്ങി നോക്കിപ്പോയേ. പേഷ്യൻസിന് ഒരു ദോഷവും വരുത്താത്ത രീതിയിൽ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന, പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ദിവസവും നടത്തുന്ന മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡിലുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നോക്കിയാ സെന്റൻസ് ഒന്ന്? യെസ്. അപ്പൊ നമ്മൾ ദിവസവും കൊടുക്കുന്നത് പേഷ്യൻസിന് ദോഷം വരുത്താതെ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിർവഹിക്കുന്ന പ്രവർത്തികൾ, ഡെയിലി ചെയ്യുന്ന കാര്യം എവിടെ? ഇൻ മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡില് അങ്ങനെ നടത്തുന്ന ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ സെന്റൻസ്. Quality of care requires that we pay attention to the requirements of the patients and the client. Patients
ക്ലയൻസ്, വിസിറ്റേഴ്സ് ഇവർക്കിടെയൊക്കെ ആവശ്യകതകളില് റിക്വയർമെന്റ്സില് നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. ലൈക് ക്വാളിറ്റി ഓഫ് കെയർ റിക്വേഴ്സ്. നമ്മൾ എന്തെങ്കിലും സർവീസ് ചെയ്താൽ മതിയോ? ഇല്ല. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്തില് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം? to the requirements of patients and clients. പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും ഒക്കെ അവരുടെ ആവശ്യകതകളില് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. എങ്കിലല്ലേ അവരുടെ ആവശ്യം അനുസരിച്ച് അതനുസരിച്ചുള്ള കെയർ നമ്മൾ കൊടുക്കണം. പേഷ്യൻസിന്റെയും ക്ലയൻസിന്റെയും ഒക്കെ ആവശ്യകതകളില് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. We must also use this method that have been verified to the safe, affordable, and can lessen death, illness, and disability. Furthermore, we are expected to practice as stated into set standard as laid down by clinical guidelines and protocols. അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സില് ശ്രദ്ധ കൊടുക്കണം. അവരുടെ ആവശ്യകതകളിൽ ശ്രദ്ധ കൊടുക്കണം. സുരക്ഷിതവും നമുക്ക് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ താങ്ങാനാവുന്ന, കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ, താങ്ങാൻ പറ്റുന്ന, താങ്ങാവുന്നതും. അത് ലെസൺ ഡെത്ത് കുറയ്ക്കുന്ന, മരണങ്ങൾ കുറയ്ക്കുന്ന, അതുപോലെ തന്നെ ഇൽനെസ് രോഗങ്ങൾ കുറയ്ക്കുന്ന, ഡിസബിലിറ്റി വൈകല്യങ്ങൾ കുറയ്ക്കുന്ന, അങ്ങനെ അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് ആയിട്ടാ കെയർ ചെയ്ത് ഒന്ന് ചാപ്റ്റർ അതിന്റെ പേജ് നമ്പർ ഒന്ന് ഇട്ടുകൊടുത്തേ. ചാപ്റ്റർ 7 പേജ് നമ്പർ 51 ട്ടോ. തുടങ്ങിയുള്ളൂ നമ്മള്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മള് കേട്ടോ. അപ്പൊ എങ്ങനെ വേണം? എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? വി മസ്റ്റ് ഓൾസോ യൂസ് ദ, എങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ. എങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കണം അവിടെ? സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, അഫോർഡബിൾ താങ്ങാവുന്ന, കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, മരണങ്ങള്, രോഗങ്ങള്, ഡിസബിലിറ്റി വൈകല്യങ്ങള് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി, കുറയ്ക്കാൻ കഴിയുമെന്ന് അതിനു വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള മെത്തേഡ് ദാറ്റ് ക്യാൻ ബി വെരിഫൈഡ്, അങ്ങനെയുള്ള പരിശോധിച്ച് ഉറപ്പിച്ച രീതികള് നമ്മൾ ഉപയോഗിക്കണം. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. Furthermore, അതിനുപരിയായിട്ട് we are expected to practice as stated in a set of standards laid down by clinical guidelines and protocols. ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളും ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ്, നിർദ്ദേശങ്ങളും പ്രോട്ടോകോളുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്, ആ സ്റ്റാൻഡേർഡ്സുകള് ഞങ്ങൾ പാലിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതാണ് ആ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. എങ്ങനെ? ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ്, പ്രോട്ടോകോൾസും അത് അനുസരിച്ചുള്ള, അത് നിർദ്ദേശിക്കുന്ന പ്രകാരത്തിലുള്ള സ്റ്റാൻഡേർഡ്സുകള് ഞങ്ങൾ പാലിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യണം. Quality of care, we do the exact thing at the exact time. Quality of care we do. ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യം ചെയ്യുന്നു. അതാണ് ക്വാളിറ്റി. എപ്പോഴെങ്കിലും തോന്നിയ പോലെ തോന്നിയ രീതിയിൽ ചെയ്ത ക്വാളിറ്റി എന്ന് പറയാൻ പറ്റോ? ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണമാണെന്ന് പറയാൻ പറ്റില്ല. ക്വാളിറ്റി ഓഫ് കെയർ we do. എങ്ങനെ ചെയ്യണം ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ? എക്സാക്ടിങ് അറ്റ് ദ എക്സാക്ട് ടൈം. ശരിയായ കാര്യങ്ങള് ശരിയായ സമയത്ത് തന്നെ ചെയ്യണം. അതാണ് നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. We check patients promptly. പേഷ്യൻസിനെ ഉടനടി തന്നെ ചെക്ക് ചെയ്യണം. ഇന്ന് വന്ന പേഷ്യന്റിന് നാളെ നോക്കിയാൽ പോരാ. We check the patients promptly. ഉടനടി, promptly എന്ന് പറഞ്ഞാൽ ഉടനടി, തൽക്ഷണം പേഷ്യൻസിനെ ചെക്ക് ചെയ്യുക. Make the right diagnosis. ശരിയായിട്ടുള്ള രോഗനിർണയ രീതികൾ ഉപയോഗിക്കുക. And give appropriate
ട്രീറ്റ്മെന്റ്, അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. രോഗനിർണയം നടത്തി ഏത് രോഗമാണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു, അതിന് അനുയോജ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതാണ് ശരിക്കും ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഈ ചെക്ക് പ്രോപ്റ്റ്ലി, പേഷ്യൻസിനെ ഉടനടി ചെക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ശരിയായ സമയത്ത് ശരിയായ ഡയഗ്നോസിസ് ചെയ്യുക, ആൻഡ് ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്, അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. With the quality of care, we keep on enhancing our standard of services till excellence is scored. ഒരു പരിചരണത്തിന്റെ ഒരു ഉയർന്ന ഒരു ഗുണനിലവാര മികവ് ലഭിക്കുന്നത് വരെ എന്ത് ചെയ്യും, ഞങ്ങളുടെ സേവനങ്ങളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കും. ഇത് ക്വാളിറ്റി ഓഫ് കെയർ വി കീപ് ഓൺ, നമ്മൾ ആ ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ അത് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എത്തുന്നത് വരെ, സേവനങ്ങളുടെ നല്ലൊരു ഗുണനിലവാരം നമ്മൾ അത് വരുന്നത് വരെ സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ടിരിക്കും. ആ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ടിൽ എക്സലൻസ് ഈസ് സ്കോർഡ്, ആ മികവ് എത്തുന്നത് വരെയും, ആ കറക്റ്റ് ആ അതിലേക്ക് എത്തുന്നവരെയും, മികവ് എക്സലൻസ് പറഞ്ഞ മികവ് അതിലേക്ക് എത്തിച്ചേരുന്നത് വരെയും നമ്മൾ എന്റെ സ്റ്റാൻഡേർഡ് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനകത്ത് ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേരെ ആ പാരഗ്രാഫിൽ കേട്ടോ. ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈമിൽ ചെയ്യുന്നു. അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാ, എക്സാമ്പിൾ എങ്ങനെയാ, പേഷ്യൻസിനെ ഉടനടി തന്നെ നോക്കുന്നു, ശരിയായിട്ടുള്ള രോഗനിർണയം ഡയഗ്നോസിസ് ചെയ്യുന്നു, ഗീവ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്, അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. അപ്പൊ അതെങ്ങനെ എന്തുവരെയൊക്കെയാണ് ആ മികവിലേക്ക് എത്തുന്നത് വരെ, എക്സലൻസ് ഈസ് കോൾഡ്, എക്സലൻസ് മികവിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ആ സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബോറടിക്കണ്ടോ ഇത് കേട്ടിട്ട്? ഓൾ സ്റ്റാൻഡപ്പ് ഒക്കെ പറയണോ? ഇല്ല. നമ്മളിങ്ങനെ എന്താണ് ക്വാളിറ്റി, അതേക്കുറിച്ച് തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞേക്കുക. എന്താ പൊതുവെ മൊത്തം എന്താ പറഞ്ഞത്, നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞ നല്ല ആ ഹോസ്പിറ്റലില് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞ എന്താണ്, നമുക്ക് പേഷ്യൻസിന് സേഫ് ആയ രീതിയില്, പേഷ്യൻസിന് ദോഷമൊന്നും ഉണ്ടാകാതെ അവർക്ക് നല്ലൊരു സർവീസ് കൊടുക്കുക, പേഷ്യൻസിനെ കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ ഉടനടി തന്നെ വന്ന് നാളെ നോക്കാൻ പറ്റുന്ന അടുത്ത ദിവസം ആവട്ടേക്കല്ല, ഉടനടി തന്നെ എന്ത് ചെയ്യുക, പേഷ്യൻസിനെ ചെക്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യണം, അതനുസരിച്ച് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അതെന്താ, ഇഷ്ടമാണോ? പക്ഷെ ഇതൊരു എന്താ പറയാ, നമുക്ക് ആദ്യത്തെ ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ചില ചാപ്റ്ററുകൾ ഇൻട്രൊഡക്ഷൻ അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് പിന്നെ നമ്മുടെ കലയിൽ മുഴുവൻ ആ സാധനം. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം എന്താണ് അതിനകത്ത്, എന്താണ് പറയുന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ആ ഫ്ലോയിലൊക്കെ ഒഴുകിപ്പോകും. ആദ്യത്തെ മാത്രമാണ്, അതാണ് ആദ്യത്തെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും അതാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ അതിന് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ക്വാളിറ്റി ഓഫ് സർവീസ് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. പേഷ്യൻസിനെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം, ശരിയായി തന്നെ ഡയഗ്നോസ് ചെയ്യുക, ശരിയായ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുക, അല്ലെ? അത് എന്തിനു വേണ്ടിയാ? അതെങ്ങനെ, എത്ര വരെ, ഇന്ന് മാത്രം കൊടുത്താൽ മതിയോ? എന്താ, ആ എക്സലൻസ് ഈസ് കോൾഡ്. കണ്ടോ, ആ സർവീസ് നമുക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ മികവ് എത്തുന്നത് വരെ, അതിലേക്ക് ആ ഒരു ബെസ്റ്റ് ഇതിലേക്ക് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആണ് ഒരു പ്രവർത്തന മികവ് എത്തുന്നത് വരെയും സേവനങ്ങളുടെ ആ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത് നോക്കി, ഇവിടെ കമ്പോണൻസ് ഉണ്ട്, ആ ബോക്സിലുള്ളത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിനകത്ത് എത്ര 9 പറയുന്നുണ്ട്, 9 പഠിക്കണം. അതിനെ ചോദിക്കാം, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, എന്തൊക്കെയാണെന്ന് നോക്കി. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് പല ഭാഗങ്ങളുണ്ട്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദീസ് ഇൻ ഓർഡർ ടു റിഫൈൻ ക്വാളിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ ഒരു ഗുണനിലവാരം നമ്മൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മളത് മനസ്സിലാക്കണം. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങള്
അതിന്റെ ഘടകങ്ങൾ, കമ്പോണൻസ് ആണ് കേട്ടോ, ഘടകങ്ങൾ, കമ്പോണൻസ്. ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. ഇനി അവിടെ പറഞ്ഞേക്കുന്നത് ഹെൽത്ത് കെയർ സർവീസിന് കുറെ ഭാഗങ്ങളുണ്ട്. അത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദീസ്. നമ്മൾ അത് മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു റിഫൈൻ ക്വാളിറ്റി ഓഫ് കെയർ. ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, ഒരു ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. We should look briefly at each of the parts. നമ്മൾ ഓരോ ഭാഗങ്ങളും പഠിക്കണം. കമ്പോണൻസ് ആദ്യം പഠിക്കണം, അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇതില് നമ്മൾ ആ ബോക്സിലുള്ളത് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് കമ്പോണൻസ്? ഒന്നാമത്തേണ് അസസ്. അസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേശനം. അറിയില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടോ, കുഴപ്പമില്ല. ടെക്സ്റ്റ് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് ഏറ്റവും താഴെയുള്ളവർ മുതൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരെയും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ചിലപ്പോ അറിയാവുന്നവര് ഓർക്കും മിസ് എന്തിനാ പിന്നെയും ഇങ്ങനെ പറയണേന്ന് ചോദിക്കും. പക്ഷെ എന്താ, നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടി ചിലപ്പോ കുറച്ച് പേരുകള് എന്തോ ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്തവരുണ്ടാവാം, ക്വാളിഫിക്കേഷൻ കുറഞ്ഞുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ കുറെ നാള് ഗ്യാപ്പിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വെറുതെ നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് അത്രയും നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ട് വരില്ല. നന്നായിട്ട് പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഉണ്ട്. നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒന്നുകൂടി എനിക്ക് എല്ലാവർക്കും നമ്മുടെ ഒപ്പം പോകാനും, എല്ലാവരും ഒരുപോലെ ആർക്കും ഈ ഒരു ഇത് കോഴ്സ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾ അത് എത്രത്തോളം മനസ്സിലാക്കുക, അതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ഈ കോഴ്സിന് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാലേ എല്ലാവരും പല പല കാര്യങ്ങള്, കുട്ടികള്, വീടിന്റെ കാര്യങ്ങള്, പല ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ തന്നെ കയറിയത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട്, നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുവാണ്. അപ്പൊ നമ്മൾ മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങള് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് ക്യാച്ച് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പൊ അതനുസരിച്ച് തന്നെ എടുക്കുക. ക്ലാസ്സിൽ തന്നെ ഒരുവിധം നമുക്ക് പഠിച്ചു പോരാം. പിന്നെയൊക്കെ വായിക്കാനൊക്കെ സമയമൊന്നും ചിലപ്പോൾ കിട്ടില്ല അല്ലെ. നമ്മൾ ചെറുപ്പമാകുമ്പോ നമുക്ക് ഒരു പണിയും ചെയ്യണ്ടായിരുന്നു അല്ലെ. അമ്മ എല്ലാം ചെയ്തു തരും. നമ്മൾ പോകുമ്പോ ബാഗിൽ വരെ ഭക്ഷണം വരെ ആക്കി തരും. വെറുതെ എടുത്തോണ്ട് പോയാൽ മതി. ഇപ്പൊ നമ്മളമ്മമാരാണ് അല്ലെ, കുറെ അമ്മമാരൊക്കെ ഇല്ലേ, സത്യല്ലേ? അപ്പൊ നമുക്കിപ്പൊ നമ്മള് പഠിക്കുകയാണോ അതോ പിള്ളേരെ പഠിപ്പിക്കുകയാണോ എന്നൊരു ഇത് വരും അല്ലെ. അപ്പൊ നമ്മൾ അവരെ പഠിപ്പിക്കാൻ നോക്കുമ്പോ ചിലപ്പോ നമുക്ക് വായിക്കാൻ കിട്ടിയെന്ന് വരില്ല. വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് പിള്ളേരുടെ ഹോംവർക്ക് ഉണ്ടാവും, അതൊന്ന് ചായ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യിച്ച് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലെ പണി, പിന്നെ ഫുഡ് കഴിച്ച്, ഇതെല്ലാം വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ തിരക്കായിരിക്കും നമുക്ക്. പിന്നെ രാത്രിത്തെ ഭക്ഷണം കൂടി കഴിച്ച് ആ പാത്രം കൂടി കഴുകി കഴിഞ്ഞാലേ ചിലപ്പോ നമ്മൾ ഫ്രീ ആവുള്ളൂ അല്ലേ. ഞങ്ങളും അത് അങ്ങനെയൊക്കെ തന്നെയാണ്, നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ നോക്കുമ്പോ ചിലപ്പോ 10 മണി, 10:30, 11 മണിയൊക്കെ ആവും. ചിലപ്പോ ആ സമയത്ത് പിന്നെ വായിക്കാൻ ചിലപ്പോ അപ്പൊ നമ്മൾ ക്ഷീണം കൊണ്ട് ചിലപ്പോ വായിക്കാൻ പറ്റണമെന്നൊക്കെ ഇല്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് മാക്സിമം ക്ലാസ് അതിൻ്റെതായ രീതിക്ക് കേൾക്കുക. 1 മണിക്കൂർ എന്തായാലും നമ്മൾ 1 മണിക്കൂറല്ല, മറ്റേ ക്ലാസ് ഉണ്ട് 2 മണിക്കൂർ. അപ്പൊ 2 മണിക്കൂർ നിങ്ങൾ എന്തായാലും ഇരിക്കുമ്പോ നമ്മൾ ആ ഇരിക്കുന്നത്, അപ്പൊ നമുക്ക് എന്താ പറയാ, മാക്സിമം നമുക്ക് ഇവിടെയാണ് നമുക്ക് പഠിക്കാവുന്ന സമയം. നേരത്തെയൊക്കെ നമുക്ക് വീട്ടിലൊന്നും ഇഷ്ടംപോലെ പണിയുണ്ടാവും, എല്ലാ പണിയും ചെയ്തോളൂ അല്ലെ. നമുക്ക് വന്നിട്ട് വേഗം ചായ പിടിക്കാം, നേരെ പഠിക്കാനുള്ളത് പഠിക്കാം, എന്തെടുക്കും, നല്ല സുഖം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ, നമുക്ക് അവരുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിന്റെയും കുട്ടികളുടെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ചിലപ്പോ നമുക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. ചിലപ്പോൾ വായിക്കാനുള്ള സമയം പോലും കിട്ടാത്തവരുണ്ട്. ചില കുട്ടികൾ പറയാറുണ്ട് കേട്ടോ, എക്സാം ഒക്കെ കഴിയുമ്പോൾ മിസ് ചെയ്യാൻ ക്ലാസ് മാത്രം കണ്ടോണ്ട് എക്സാം എഴുതിയതാ, എനിക്ക് ഒട്ടും പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല വീട്ടില്. അതിന്റെ കാര്യമില്ല, നമ്മൾ പല പ്രാരാബ്ദവും തിരക്കും ചിലര് വർക്ക് ചെയ്യുന്നവര് തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ ചിലപ്പോൾ പറ്റിയും വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ബോറടി ഒന്ന് മാറത്തേക്ക് വിചാരിച്ച്. പിന്നെ ഇത് തന്നെ പറയുമ്പോ നമ്മൾ അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, 3rd 4th മൊഡ്യൂളൊക്കെ കുറച്ച് അങ്ങനെയുള്ളതാണ്. നമുക്ക് അത്ര കേട്ടിരിക്കാൻ ഇൻട്രസ്റ്റ് അല്ല, പക്ഷെ എന്നാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ என்ன പറഞ്ഞത്, ഈ ബോക്സിലുള്ള പേരുകൾ പഠിച്ചിരിക്കണം, കമ്പോണൻസ് പഠിച്ചിരിക്കണം. ഫസ്റ്റത്തെയാണ് അസസ് എന്ന് പറയുന്നത്. അസസ് എന്ന് പറഞ്ഞാൽ എന്താ? അസസ് ചെയ്യുക, അതിലേക്കുള്ള പ്രവേശനം.
രണ്ടാമത്തെയാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. എന്താ? സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. സാങ്കേതിക കഴിവ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ഇക്വിറ്റി, ഇതിനെ ഇക്വിറ്റി എന്നാണ് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. ഇക്വിറ്റി, ഒരു നീതി അല്ലെങ്കിൽ ന്യായം. അടുത്തതാണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താ? ഫലപ്രാപ്തി. അറിയില്ലാത്തവരെ എഴുതിക്കോട്ടോ, എനിക്ക് അറിയില്ലാത്തവര് നോട്ട് ചെയ്തു, കുഴപ്പമില്ല. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. എഫിഷ്യൻസി, എന്താണ്? കാര്യക്ഷമത. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂവിറ്റി. കണ്ടിന്യൂവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ച. കണ്ടിന്യൂവിറ്റി, തുടർച്ച. അടുത്തത് സേഫ്റ്റി, സുരക്ഷ. സേഫ്റ്റി, സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. അടുത്തതാണ് അമ്യൂണിറ്റീസ്, സൗകര്യങ്ങളാണ് കേട്ടോ. ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളെയാണ് ഫെസിലിറ്റി, അതാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നല്ലൊരു ക്വാളിറ്റി, ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് സർവീസിന് ഈ പറയുന്ന കമ്പോണൻസ് ഉണ്ടായിരിക്കണം, ഈ പറയുന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. കിട്ടി? 9 പേര് കിട്ടി അവിടെ? ഓക്കെ അല്ലേ? അസസ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, എഫക്റ്റീവ്നെസ്, efficiency, continuity, safety, interpersonal relations, amenities. Amenities എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി ആണ്, സൗകര്യങ്ങളാണ്. ഇനി ഇത് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ഓരോന്നിന്റെയും ഓരോ കമ്പോണൻസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇത് ഫുള്ളൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പാരഗ്രാഫ് ഫുള്ളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതില് അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുക, ബാക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അക്സസ് ടു ദ സർവീസ്, ഒരു ആ ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു പ്രവേശനം, അതാണ് ഒന്നാമത്തെ കാര്യം. Everyone should have an entry to quality health care. എല്ലാവർക്കും ഒരു ഗുണനിലവാരമുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് പ്രവേശനമുണ്ട്. ഇന്നാളെന്നോ അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഒരു ഗുണനിലവാരമുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് പ്രവേശനമുണ്ട്. Everyone should have an entry. എല്ലാവർക്കും പ്രവേശനമുണ്ട്. അതായത് പണക്കാരോ പാവപ്പെട്ടവരെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ ആ ഒരു ഹെൽത്ത് കെയറിലേക്ക് ഒരു പ്രവേശനമുണ്ട്. Entry refers to the ability of the individual to obtain the health service. Underline ചെയ്തേ. എന്താണ് എൻട്രി എന്ന് പറഞ്ഞാൽ? എൻട്രി റെഫേഴ്സ് ടു എബിലിറ്റി. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവാണ്. ആർക്കടെ? ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവാണ്. എന്തിനുള്ള കഴിവാ? ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്, ഒരു ആരോഗ്യ സേവനങ്ങൾ, ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി, കഴിവാണ് എൻട്രി. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, അത് ചോദിക്കാൻ ചിലപ്പോൾ. ഡാഷ് റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ എ ഹെൽത്ത് സർവീസ്. ക്ലിയർ ആയോ? ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിനെയാണ് ഇതെന്ന് പറയുന്നത് എൻട്രി എന്ന് പറയുന്നത്. Some of the factors that can affect the entry are, എൻട്രിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആ 3 പേരുകളും നോട്ട് ചെയ്യുക. ABC 3 അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, അതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഡിസ്റ്റൻസ്, ദൂരം ഒരു പ്രശ്നമാണ്, ഡിസ്റ്റൻസ്. രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ, സാമ്പത്തിക ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്തതാണ് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. കൾച്ചർ, അവരുടെ സംസ്കാരം, ബിലീഫ്, വിശ്വാസങ്ങള്, വാല്യൂ, മൂല്യങ്ങള്. ഈ 3 കാര്യങ്ങളുമാണ് ഫാക്ടേഴ്സ്. അതും ചോദിക്കാം. Factors that can affect the entry are, ഏതൊക്കെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞേ? ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എന്താ? ദൂരാണ് അല്ലെ? ദൂരം. എക്സാമ്പിൾ നോക്കിയേ. Where a healthcare facility is situated far away or it is difficult to get transport to the facility, access to the quality healthcare becomes a problem. അല്ലെ? നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, നമ്മുടെ വീട് ഇവിടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഹോസ്പിറ്റൽ ഒത്തിരി ദൂരെയാണ്.
ഫാർ അവേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹെൽത്ത് കെയറിലൊക്കെയുള്ള പ്രവേശനം നമുക്ക് പ്രശ്നമാവൂലേ? അടുത്താണെങ്കിൽ ഓടിപ്പോയാൽ അല്ലെ, നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചാടി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കയറിയാൽ മതി. എന്നാൽ ഒരു 5 കിലോമീറ്റർ പോകണമെങ്കിൽ അത്രയും നമ്മൾ ആ ദൂരം കൂടുന്തോറും നമുക്ക് ആ ഹെൽത്ത് കെയറിലേക്കുള്ള ഹെൽത്ത് സർവീസിലേക്കുള്ള പ്രവേശനം പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലോ നോക്കിയേ, ഓർ ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി. ആ ഫെസിലിറ്റിയിലേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അത് ബുദ്ധിമുട്ടാണെങ്കിലും difficult to get transport to the facility. എന്താ പറയാ, ആ ഒരു ഫെസിലിറ്റിയിലേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അതിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഹെൽത്ത് കെയർ സർവീസിലേക്കുള്ള പ്രവേശനം ഒരു ബുദ്ധിമുട്ടാണ്. അതൊന്നും നോക്കണ്ട കേട്ടോ, അതൊക്കെ വെറുതെ എന്താ കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം ഡിസ്റ്റൻസ് ആണ്. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയണേ? ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദൂരെയാണെങ്കിലും അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം നമുക്ക് ഒരു പ്രശ്നം തന്നെയാണ്. രണ്ടാമതാണ് ഫിനാൻഷ്യൽ, അല്ലെ? അത് നോക്കിയേ, where the people cannot pay for the services rendered. ചില ആളുകൾക്ക് പൈസ കുറവായിരിക്കും, ഫിനാൻഷ്യലി ബാക്കിലുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം ബുദ്ധിമുട്ടാണ്. പീപ്പിൾ cannot pay, അവർക്ക് പേ ചെയ്യാൻ പറ്റില്ല for the service rendered. അവർ ആ നൽകുന്ന സേവനങ്ങൾക്കുള്ള പേയ്മെന്റ് ചിലപ്പോ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യലി അവർ ബാക്കിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം പ്രശ്നമാണ്. അടുത്ത നോക്കിയേ, കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. The service provided may not be in keeping with the culture, belief and values of some people. നൽകുന്ന സേവനങ്ങള്, the service provided, ആ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസ് ഇല്ലേ, അത് എന്താണ്, ചില ആളുകളുടെ കൾച്ചറിനെ, ചില വിശ്വാസങ്ങളെ, ചില മൂല്യങ്ങൾക്കും യോജിച്ചതല്ലെങ്കിൽ, നമ്മുടെ കൾച്ചർ, ബിലീഫ്, വാല്യൂ ഇതിന് യോജിച്ചതല്ലെങ്കിലും എന്താണ്, ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞേക്കണം. 3 കാര്യങ്ങളും നോട്ട് ചെയ്തിടാം. അപ്പൊ അതിന് എൻട്രി എന്താണെന്നുള്ളത് നോക്കുക, പിന്നെ ABC 3 നോക്കുക. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എൻട്രിയിലെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, 3 കാര്യങ്ങൾ നോട്ട് ചെയ്തോ. അതിന് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ അതിനകത്ത് പഠിക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാടില്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളെ വന്നുള്ളൂ. അത് നമുക്ക് ഇനി എന്താ അടുത്ത ക്ലാസ്സിൽ ബാക്കിയൊക്കെ നോക്കാം കേട്ടോ. ടെക്നിക്കൽ കോമ്പീറ്റൻസ്, സാങ്കേതിക കഴിവ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 2-3 ചാപ്റ്റർ കൂടി ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യേ.